ഒടുവിൽ തീരദേശത്ത് ഫിഷറീസ് മന്ത്രിയെയും കൊണ്ട് ആഭ്യന്തരമന്ത്രി എത്തിയ കാഴ്ച. വിഴിഞ്ഞത്ത് ജോണിനെ കാണാതായിട്ട് 11-ാം ദിവസം, തിരച്ചിൽ തുടങ്ങിയിട്ട് 4-ാമത്തെ ദിവസം. ഫിഷറീസ് മന്ത്രി എവിടെയെന്ന് ആവർത്തിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോഴും അതുവഴി നടക്കാതെ, അതുവഴി പോകാതെ വനം മന്ത്രിയെ പറഞ്ഞ് കാര്യങ്ങൾ കേൾക്കാനും സമാധാനിപ്പിക്കാനും പറഞ്ഞു വിട്ടതിന് ശേഷം മന്ത്രി മുങ്ങി നടക്കുകയായിരുന്നു. ആ മന്ത്രി എവിടെയെന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നപ്പോഴാണ് മുതിർന്ന നേതാവായിട്ടുള്ള ചെന്നിത്തല തന്നെ ആ ദൗത്യം ഏറ്റെടുത്തത്. പ്രതിഷേധമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയ അനുഭവ സമ്പത്ത് വെച്ച് മറികടക്കാം. അതിനുവേണ്ട സംവിധാനം വിൻസെന്റ് MLA കൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ കവചത്തിലൂടെ ഇന്നിപ്പോ ആ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയതിന് ശേഷം സാഷ്ടാംഗം വീണ് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ, ഞങ്ങൾ കേട്ടോണ്ടിരുന്നോളാം. അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ പറയേണ്ട കാര്യങ്ങൾ ആ കുട്ടികൾ എണ്ണി പറഞ്ഞു. പക്ഷേ ഫിഷർമാൻ അപ്പൊ തന്നെ ഇറങ്ങിപ്പോകാൻ അവർ റെഡിയാണ്. അവരിത് സാലറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് അവരിതൊരു സർവീസ് ആയിട്ട് തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രളയകാലങ്ങളിലെല്ലാം നമ്മൾ ഫിഷർമാന്റെ സഹായം ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഫിഷർമാനെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കുറെ കമന്റുകളും കാര്യങ്ങളുമാണ് ഇത് വരുന്നത്. അത് മുഖ്യമന്ത്രി. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആവശ്യം നമ്മുടെ സർക്കാരിനോട് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനെ തെറ്റായിട്ട് ഒരിക്കലും ആരും വ്യാഖ്യാനിക്കരുത്. ഇതിൽ നിന്ന് വരുന്ന ഒരു മോശം പ്രതികരണം എന്ന് വെച്ചാൽ ചിലപ്പോ അത് ഒരു ചെറിയൊരു കാര്യമായിരിക്കും പറയുന്നത്, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം മുഴുവനും ഇങ്ങനെയാണ് എന്നൊരു രീതിയിൽ ചിന്തിച്ചു പോകും. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും അങ്ങനെയായിരുന്നു. മുരളീധരൻ എന്ന് പറഞ്ഞ മന്ത്രിയും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടേ കടലിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രി ഒരു ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് കടലിൽ അങ്ങനെയല്ലേ, കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്നോട് ഫോൺ കോളിലും അദ്ദേഹം സൂചിപ്പിച്ചത്, അതെ, ഫോൺ സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കരക്കാർ കടലിലോട്ട് വന്നാലുള്ള അവസ്ഥ അറിയണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹെർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ചെയറിന്റെ ഒരു പ്രധാനം അദ്ദേഹം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യമുണ്ട്. ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെ നമ്മൾ ശക്തമായി തന്നെ നടപടിയെടുക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന് മൊത്തം കേട്ടു. ഫിഷറീസ് മന്ത്രിയെ സൈഡിൽ ഇരുത്തിക്കൊണ്ട് നടുക്കിരുന്ന് ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ കേട്ടത്. ഒരു പക്ഷേ ഫിഷറീസ് മന്ത്രി വാ തുറക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയേനെ. അതുകൊണ്ട് നീ അവിടെ വന്ന് ഫിഷറീസ് മന്ത്രി എന്ന പേരിൽ എൻ്റെ ഒപ്പം ഇരുന്നാ മതി, വാ തുറക്കരുത്, ഞാൻ നോക്കിക്കോളാം. ആ നിലയ്ക്കാണ് ആ കുടുംബത്തിനോട് ചെന്നിത്തല കാര്യങ്ങൾ സംസാരിച്ചത്. വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ, എല്ലാ പരിഹാരവും ഉടൻ ഉണ്ടാക്കാം. കഴിഞ്ഞ 9 ദിവസത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയെക്കുറിച്ച് അവർ പറഞ്ഞ പരാതിക്ക് ഒരു തരത്തിലും ന്യായീകരണം പറയാൻ പോയില്ല. തീരദേശ മേഖലയെ ഒന്നാകെ അവഹേളിച്ച ആ ഡയലോഗ്, അത് കോൺഗ്രസുകാർ ഉൾപ്പെടെ ആ പരാമർശത്തെ തള്ളിക്കളയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ചെന്നിത്തല പോലും കൂടുതൽ പ്രതികരിക്കാതിരുന്നത്. എന്തായാലും ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രിയും തമ്മിൽ കണ്ട് കുട്ടികളോട് സംസാരിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം 2 ആഴ്ചക്കകത്ത് ചെയ്തു തരാം, അച്ഛന്റെ കാര്യം സംഭവിച്ചതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ടെന്ന് തുറന്ന് കുറ്റസമ്മതം നടത്തിയപ്പോൾ ആ കുടുംബത്തിന് ഒരു ആശ്വാസമായി മാറുകയാണ്. കാര്യം കടലിൽ 3 പേരെ കാണാതായിട്ട് സിസ്റ്റം ഉറങ്ങുകയായിരുന്നു. ആ സിസ്റ്റം ഉറങ്ങിയതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും വിമർശിക്കാൻ തയ്യാറാകാതിരുന്ന സന്ദർഭത്തിലും ഫിഷറീസ് മന്ത്രി പോലും ആ പ്രദേശത്തൊന്ന് സന്ദർശിക്കാൻ പോലും പോകാതിരുന്നപ്പോൾ അവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അങ്ങനെയാണ് മന്ത്രിമാർ ഉണർന്നത്. അതിനുശേഷം പല സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കാണാതായ 3 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇനി ആ വിഷയത്തെ എങ്ങനെയെങ്കിലും കുടുംബത്തെ കൊണ്ട് സമാധാനിപ്പിച്ച് ഞങ്ങൾക്കെതിരെയുള്ള വിമർശനം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ഇന്നിപ്പോ നേരിട്ട് ആഭ്യന്തരമന്ത്രി ഫിഷറീസ് മന്ത്രിയെ കൊണ്ടുപോയി സമസ്ത അപരാധം ഏറ്റുപറയുന്ന ഒരു കാഴ്ച. എന്തായാലും വലിയ വാഗ്ദാനങ്ങളൊക്കെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ആ വാക്കുകളെല്ലാം ഉടനടി പാലിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ശ്രദ്ധിക്കണം. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോണിന്റെ മകൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി നാട് കേൾക്കണം. ചെന്നിത്തല കൊടുത്ത ഉറപ്പുകൾ അവർ വിശ്വസിക്കുന്നുണ്ട്, അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടെന്ന് ജോണിന്റെ മകൾ പറഞ്ഞു.
ഇല്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു. ഈ SOPയുടെ കാര്യമായിരുന്നാലും ഓൾറെഡി നമ്മൾ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. അവർക്കതിന്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. SOP 2 ആഴ്ചക്കുള്ളിൽ നിലവിൽ വരും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അതൊക്കെ ഓൾറെഡി അവരുടെ ഇപ്പം അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് നമുക്ക് അഷ്യൂറിറ്റി തന്നിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പരാമർശങ്ങൾ അതിലൊരു വിഷമം നിങ്ങളും പങ്കുവച്ചു. മുഖ്യമന്ത്രി തീരപ്രദേശമാണ് എന്നൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇപ്പോഴും മാപ്പ് പറയണം മുഖ്യമന്ത്രി എന്നത് ആവശ്യമാണ്. അത് പറയേണ്ട കാര്യമല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിലിരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യക്തവും ഒരു ഫ്യൂച്ചറിൽ അതെങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.